ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് ഇതാ നോമ്പ് 2 കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഫുൾ വ്ളോഗായിട്ട് തന്നെ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇതാ ഒരു വ്ളോഗാക്കിയിരിക്കണം. അപ്പോൾ സോയൊക്കെ എണീറ്റ് വന്നതിന് ശേഷമാണ് കേട്ടോ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓളും കൂടി പിന്നെ ഇരുന്നിട്ട് സമൂസ അതുപോലെ കട്ട്ലറ്റാണ് കേട്ടോ ഇന്നത്തെ സ്നാക്സ് വന്നിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു. ഒരു 11 മണി ആ ഒരു ടൈമിലായിട്ടാണ് കേട്ടോ. പിന്നെ കസ്റ്റേർഡ് ഇത് രാവിലെ ഞാൻ കുട്ടികൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് തന്നെ ബാറ്ററൊക്കെ തയ്യാറാക്കിയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ആയിട്ടുള്ള ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഫ്രൂട്ട്സായിട്ട് ഇതാ കറുത്ത മുന്തിരി അതുപോലെ പായും ആപ്പിളും ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഇതാ നല്ലോണം തണുപ്പിക്കാനായിട്ട് വെച്ചു. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിലാണ്ടോ പിന്നീട് വീഡിയോ എടുത്തിട്ടുള്ളത്. അതായത് കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇതിനിടയിലായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അതായത് കുളിക്കൽ, പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം നിസ്കാരം, അങ്ങനെയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ കുറച്ച് നേരം ഞാനും ഉറങ്ങി, സോയി ഉറങ്ങി കേട്ടോ. പിന്നെ ഹൈം പപ്പൂസൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിലായിട്ടായിരുന്നു ഞാൻ ഉണർന്നിട്ടുള്ളത്. എൻ്റെ കൂടെ തന്നെ പിന്നെ സോയി എണീറ്റിരിക്കുന്നു കേട്ടോ. സോയ്ക്ക് പിന്നെ ഇവർ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ഒരു കേടാണ് കേട്ടോ. എന്തൊക്കെയോ കളിക്കുന്നതാണ്. ഇവരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ആൾക്ക്. അങ്ങനെ പിന്നെ ഓളെ കളിയൊക്കെ കണ്ടാണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ നേരെ താഴേക്ക് പോയിട്ട് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർക്ക് നൈസ് പത്തിരി ഇതുപോലെ ചിക്കൻ കറി ആയിരുന്നു എടുത്ത് കൊടുത്തിട്ടുള്ളത്, നമ്മൾ രാത്രിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് കൊടുത്തു. പിന്നെ ഞാനിതാ സ്നാക്സ് ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ്, സമൂസ കട്ട്ലറ്റൊക്കെ. അങ്ങനെ എല്ലാം ഫ്രൈ ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ സ്പെഷ്യൽ ഇതൊക്കെയാണ്. സമൂസ, കട്ട്ലറ്റ്, പിന്നെ അതുപോലെ കസ്റ്റേർഡ് ഉണ്ടായിരുന്നു, 2 ഐറ്റം ജ്യൂസ്, ബട്ടർ ജ്യൂസും അതുപോലെ ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ്. അങ്ങനെ എല്ലാം കൂടി ഇട്ട് മാഷാഅല്ലാ നല്ലൊരു അടിപൊളി ഇഫ്താർ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നും. പിന്നെ വാങ്കൊക്കെ കൊടുത്തു, നോമ്പ് തുറന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കഴിച്ച് വന്നപ്പോൾ വയറ് നല്ലോണം ഫുള്ളായിക്കണ്. പിന്നെ നേരെ പോയിട്ട് നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹൈ ഉണ്ടായിരുന്നു. ഹൈ ഇപ്പോൾ ഇന്നും നിസ്കരിക്കലുണ്ട് കേട്ടോ. പിന്നെ ഹൈ നിസ്കാര കുപ്പായിടുന്ന കണ്ടാൽ പിന്നെ സോയ്ക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഓൾക്ക് ഇതൊരു കന്തൂറുണ്ട്, പപ്പൂസിൻ്റെ ചെറുതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഷോളും കൊടുക്കും കേട്ടോ. അപ്പോൾ ഓൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതൊരു 10 മണിൻ്റെ ശേഷമായിട്ടാണ് കേട്ടോ താഴെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്, ഞാനും കുട്ടികളും. കാരണം ഭയങ്കര വയറ് ഫുള്ളായിരുന്നു. അപ്പോൾ തീരെ ആവശ്യമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നോമ്പാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്രയും കഴിച്ചിട്ടുള്ളത് തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ട് നേരെ പോയിട്ട് പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു മിനി വ്ളോഗ്. ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.